നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. ദൈനംദിന ജീവിതത്തിൽ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ബാങ്കിങ് സർവീസ്. ഈ ബാങ്കിങ് സർവീസ് ഡിജിറ്റലാണ്, പല രൂപങ്ങളിലുണ്ട്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ഇത് പല പടികൾ കടന്നാണ് ഇവിടെ എത്തിയത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പടിയായിരുന്നു ഗോൾഡ് സ്മിത്തും അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്ത് ബാങ്കിങ് ആയിട്ട് രൂപാന്തരപ്പെട്ട ഒരു കാലഘട്ടം. ഏകദേശം 400 കൊല്ലങ്ങൾക്ക് മുന്നേ ഉള്ളൊരു കാര്യമാണ്. അതും യൂറോപ്പിലാണ്. അവിടെ ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്ത് ആളുകൾ സ്വർണം സൂക്ഷിക്കാൻ എത്തിക്കും. കാരണം ഗോൾഡ് സ്മിത്തിന് സ്വർണം സൂക്ഷിച്ചു വെക്കാനുള്ള ലോക്കറുകൾ, അതിന് വേണ്ടുന്ന അറകൾ, ഇതെല്ലാം ഉണ്ട്. അവിടെ ആളുകൾ ഇത് കൊണ്ട് കൊടുക്കുന്നു, അവിടുന്ന് ഒരു രസീത് മേടിക്കുന്നു, ഇത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ ഇത്ര പൗണ്ടിന് അല്ലെങ്കിൽ അവിടുത്തെ കറൻസിക്കുള്ള സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഈ രസീത് തന്നെ ക്രയവിക്രയം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലോക്കർ ഫെസിലിറ്റിയിൽ നിന്ന് ബാങ്കിങ്ങിലേക്കുള്ള ഒരു ചുവടുമാറ്റം ഒത്തിരി ഗോൾഡ് സ്മിത്തുകളും യൂറോപ്പിൽ നടത്തിയിട്ടുണ്ട്. അത് ഒരു മോഡേൺ ബാങ്കിങ്ങിന് ഒട്ടേറെ ഗുണകരമായി ഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ബാങ്കിങ്ങിന്റെ ഒരു പടവ് മാത്രമാണ്. മണി ലെൻഡിങ്ങിൽ നിന്നും ബാങ്കിങ്ങിന് ഒട്ടേറെ കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിൽ നിന്ന് വന്നിട്ടാണ് അവസാനം ഇന്നത്തെ നമ്മൾ ഈ കാണുന്ന ബാങ്കിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. ഒരു എക്സ്പോർട്ടർക്ക് ബാങ്കിങ് സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേയ്മെന്റ് പ്രോസസ്സിങ്ങിനും അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് കൺവേർഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ബാങ്കിങ് സർവീസ് ആവശ്യമാണ്. എന്നാൽ ഞാനിപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല, എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് ഓർഡർ കിട്ടി, പക്ഷെ കാശില്ല. ഗുഡ്സ് മേടിക്കണം, പേയ്മെന്റ് വെളിയിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. നമുക്ക് റോ മെറ്റീരിയൽ മേടിക്കണം, അല്ലെങ്കിൽ ഗുഡ്സ് തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മേടിക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് നമുക്ക് വന്നിരിക്കുകയാണ്. ആ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ഒരു ലോൺ തരും. ആ ലോണിന്റെ പേരാണ് പാക്കിംഗ് ക്രെഡിറ്റ്. അതിനൊരു വ്യത്യസ്തമായ ഇൻട്രസ്റ്റ് ആണ്, അതൊരു പ്രയോറിറ്റി ഏരിയ ആണ്. ഈ പാക്കിംഗ് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേര് പാക്കിംഗ് എന്നാണെങ്കിലും റോ മെറ്റീരിയൽ മേടിക്കാനും പ്രൊഡക്ഷൻ നടത്താനും അതിനുശേഷം പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ലോണാണ്. ഏറ്റവും അവസാനം ഷിപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജാണ് പാക്കിംഗ്. അതുകൊണ്ടാണ് അതിനെ പാക്കിംഗ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഇതൊരു സർവീസ് ആണ് എക്സ്പോർട്ടർക്ക്. അതായത് എക്സ്പോർട്ട് ഓർഡർ കിട്ടി, ഫോറിൻ കസ്റ്റമറിൽ നിന്ന് അഡ്വാൻസ് കിട്ടിയില്ല, പക്ഷേ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ട് കണ്ടെത്തണം. അങ്ങനെയുള്ളൊരു കേസിൽ യൂസ് ചെയ്യാവുന്ന ഒരു പർട്ടിക്കുലർ സർവീസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലോണാണ് പാക്കിംഗ് ക്രെഡിറ്റ്. ഇനി ഇത് കൂടാതെ പോസ്റ്റ് ഷിപ്മെന്റ് ലോൺ ഉണ്ട്. അതായത് ഷിപ്മെന്റ് നടന്ന ശേഷം ഒരു ലോൺ. ഈ ആദ്യത്തെ ലോണിനെ ക്ലോസ് ചെയ്തുകൊണ്ട് അടുത്തൊരു ലോണായിട്ട് നമുക്ക് ബിൽ ഡിസ്കൗണ്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുന്ന ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു മറ്റൊരു ലോണാക്കി മാറ്റാം. അങ്ങനെ രണ്ട് രീതിയിൽ പാക്കിംഗ് ക്രെഡിറ്റും പോസ്റ്റ് ഷിപ്മെന്റ് ലോൺസും ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. താങ്ക്